ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. ചിലപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവില്ല. കർണാടക രാഷ്ട്രീയത്തിലെ പവർ ഹൗസ്, അതായത് DK ശിവകുമാർ. കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് പകരം വെക്കാനില്ലാത്ത നേതാവാണ് DK. പ്രവർത്തകരുടെ DK കർണാടക രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ താര രാജാവാണ്. കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടാൽ, കോൺഗ്രസ് ഒരു പ്രയാസത്തിലകപ്പെട്ടാൽ, കോൺഗ്രസിന് ഒരു പ്രശ്നം വന്നാൽ ആദ്യം നെഞ്ചുവിരിച്ചോടിയെത്തുന്ന നേതാവിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. കനകപുരയുടെ മാണിക്യം, കർണാടകയുടെ എല്ലാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ സംസ്ഥാനം അതെ കർണാടകയായിരുന്നു. കർണാടകയിൽ BJP അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് BJP ഭരണം പിടിച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കർണാടകയെ BJPയുടെ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ രാവെന്നോ പകലെന്നോ, ചൂടെന്നോ തണുപ്പെന്നോ, വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ അങ്ങ് ഗുണ്ടൽപേട്ട മുതൽ ഓടി നടന്നൊരു മനുഷ്യനുണ്ട്. കർണാടകയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച, കർണാടകയിലേക്ക് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്ന, ഓപ്പറേഷൻ ലോട്ടസിന് പകരം ഓപ്പറേഷൻ ഹസ്ത നടപ്പിലാക്കി കർണാടകയിലെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ആ നേതാവിന്റെ പേരാണ് ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ അഥവാ DK ശിവകുമാർ. DK ശിവകുമാർ ഒരു താരമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ BJPക്കെതിരെ നെഞ്ചുവിരിച്ച് പടപൊരുതുന്ന മനുഷ്യൻ. കർണാടകയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത, കർണാടക രാഷ്ട്രീയത്തിലെ അതികായകന്മാരായ രണ്ട് നേതാക്കന്മാർ, അതായത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നെല്ലാമാണ്. എന്നാൽ ആ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് DK ശിവകുമാറുമായി സംസാരിക്കാൻ AICC നേതൃത്വം തയ്യാറായിട്ടുണ്ട്. DK ശിവകുമാർ കോൺഗ്രസ് വിട്ടു മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് കോൺഗ്രസ്. കോൺഗ്രസിന് വേണ്ടി ജയിലിൽ കിടന്ന വ്യക്തിത്വമാണ് DK ശിവകുമാർ. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളികൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വേട്ടയാടാൻ നോക്കിയപ്പോൾ പോലും നെഞ്ചുവിരിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാതെ, സംഘപരിവാർ രാഷ്ട്രീയത്തോട്, സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തോട് താൻ സന്ധി ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് DK ശിവകുമാർ. ആ DK ശിവകുമാറിനെയാണ് ഇല്ലാ കഥകൾ പാടി അദ്ദേഹത്തെ തകർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്ന. കേരളത്തിലെ ഒരുപക്ഷെ മാധ്യമങ്ങളും ഇതിന് ആക്കം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ DK ശിവകുമാറിന് ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെടുമെന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കന്നഡ രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണ് DK ശിവകുമാർ. DK ശിവകുമാറിന് തുല്യം DK ശിവകുമാർ മാത്രമാണ്. കർണാടക രാഷ്ട്രീയത്തിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും പരമേശ്വരയും പ്രിയങ്ക ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുന്ന ഒരു ഭരണകൂടം കർണാടകയെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ കർണാടക കോൺഗ്രസിനെ ചലിപ്പിക്കാൻ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുമിച്ച ഒരമ്മ പെറ്റ മക്കളെ പോലെ തോളോട് തോൾ ചേർന്നുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ BJPക്ക് താമര വിരിയിക്കാൻ കഴിഞ്ഞ സംസ്ഥാനത്ത് BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ച കോൺഗ്രസ് കർണാടകയിൽ അജയ്യരായി മുന്നോട്ട് പോകുമെന്നാണ് കർണാടകയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നതും സൂചിപ്പിക്കുന്നത്.